നാളെ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നുകൂടായില്ല. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും വരാം. അപ്പം പറ്റുന്നവർ ഈ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്നാൽ കാണാം. ഇന്ന് മെയ് 10. ഇന്ന് നിങ്ങളിൽ പല ആളുകൾക്കും ഇതൊരു നോർമൽ ഡേ ആയിരിക്കും. പക്ഷെ ഇന്നെപ്പോലുള്ള ഓരോ ലോക്കൽ പേഷ്യൻസിനും ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് 10 വേൾഡ് ലൂപ്പസ് ഡേ ആണ്. ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു SLE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം, അല്ലെങ്കിൽ ലൂപ്പസ് എന്ന് പറയുന്ന ഒരു അസുഖം ഇനിയും അറിയാത്ത ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ പോലും പറഞ്ഞത് എൻ്റെ ഈ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ പോലും ഈ ഒരു SLE എന്നുള്ള ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് പോലും ഞാൻ മനസ്സിലാക്കിയത്. ഞാനാണെങ്കിലും എൻ്റെ വീട്ടുകാരാണെങ്കിലും ഇപ്പം എനിക്ക് ഈ ഒരു അസുഖം വന്നുകൊണ്ടാണ് എൻ്റെ ഫാമിലി ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് കസിൻസ് എല്ലാവരും ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് അവർ അറിയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ ആദ്യം സിമ്പതിക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങളെപ്പോഴത്തെ ഓരോ ലൂപ്പസ് പേഷ്യൻസിനും നിങ്ങളുടെ സിമ്പതിയും അല്ല വേണ്ടത്, പകരം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കെയറിങ്ങും നിങ്ങളുടെ സ്നേഹവും ഒക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തിനെ പറ്റിയിട്ട് ഒരു ചെറിയ ബോധം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചു. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും വരാം. ഞാൻ അടക്കമുള്ള ഓരോ SLE പേഷ്യൻസും ഇതുവാ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരാൾക്കും ഈ ഒരു അസുഖം കൊടുക്കല്ലേ എന്നാണ്. ഞാനിത് ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിലും എന്നുള്ളിൽ അത്രയും സങ്കടം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത്. പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ SLE എന്നുള്ള ഒരു അസുഖത്തിൻ്റെ ഏറ്റവും വലിയൊരു സിംറ്റമാണ്. ഈ ഒരു ഇത് മാലാർ റാഷ് എന്ന് പറയും, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ റാഷ് എന്ന് പറയും. വെയിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫേസിൽ വരും. ഇത് ഞാൻ ഇപ്പോൾ ഒരു 2 ദിവസം അടുപ്പിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നതാണ് ഈ ഒരു കളർ. ഇത് അതിന് മുമ്പ് എനിക്ക് ആദ്യം വരാറുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ ആണ് ഇത് ഞാൻ നല്ല കൂടുതലായിട്ട് കാണുന്നത്. ആദ്യമൊന്നും ഇത്ര കണ്ടിട്ടില്ല. അതൊക്കെ ഈ ഒരു സൈഡിൽ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇപ്പോഴും ഇതിൻ്റെ അടയാളമാണ് ഈ നിൽക്കുന്നതൊക്കെ. ഒരു ഇത് പോയി കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറായിട്ട് അടയാളം അവിടെ നിൽക്കും. ഞാൻ അത്രയും ക്ലിയർ ആയി ഒരു പിമ്പിളോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് സ്പോട്ടോ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് നടന്നിരുന്ന എൻ്റെ ഒരു ഫേസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നിറച്ച് പിമ്പിൾസ് ആണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റിറോയിഡാണ് എടുക്കുന്നത്. 2-3 ദിവസം മുമ്പ് ഉണ്ടായിരുന്ന എൻ്റെ കണ്ണിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഡോക്ടർ നമുക്ക് സ്റ്റിറോയിഡിൻ്റെ ഡോസ് കൂട്ടി തരിക ചെയ്ത്. സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്റ്റ് ഏറ്റവും വലിയ സംഭവമാണ് ഈ ഒരു പിമ്പിൾസും നമ്മൾ വെയിറ്റ് കൂടുക, ഫേസ് തടിക്കുക അങ്ങനത്തൊക്കെ. പിന്നെ ആദ്യം അറിയുന്ന അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ആദ്യത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത് നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ എൻ്റെ ഐബ്രോസ്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സംഭവമായിരുന്നു എൻ്റെ ഐബ്രോ എന്ന് പറയുന്നത്. എൻ്റെ ഫേസിൽ അതൊക്കെ കൊഴിഞ്ഞു പോയി. പിന്നെ അതുപോലെ എൻ്റെ മുടി കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഒക്കെ കൊഴിഞ്ഞു പോവുകയാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനിയും പോകുന്നുള്ളത്. പക്ഷെ അസുഖം കൺട്രോൾ ആയി കഴിഞ്ഞാൽ തിരിച്ച് വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു സങ്കടം. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം, എനിക്ക് അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു. കാലിൻ്റെ മുട്ടിൻ്റെ ഒരു ഇതുവരെ മുടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് വെച്ചിട്ട് മൊത്തം കൊഴിഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ വെറും 2 ദിവസം എൻ്റെ തലേന്ന് പോയിട്ടുള്ള മുടിയാണ്. അതേപോലെയാണ് മുടി കഴിച്ചത്, നല്ല മുടി കഴിച്ചത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഒഴിവാക്കാൻ പറ്റാത്ത 2 സാധനങ്ങളുണ്ട്. ഒന്ന് ഇതും, പിന്നെ ഒന്ന് ഇത്. സ്റ്റിറോയിഡ് എടുക്കുന്നതുകൊണ്ട് ഷുഗർ നല്ലോണം കൂടുതലാണ്. ഇൻസുലിൻ വെക്കാറായിരുന്നു. ഇപ്പോൾ പിന്നെ ഇതാ വീണ്ടും ഷുഗർ നല്ല കൂടി നിൽക്കുകയാണ്. 400 സംതിങ് 500 സംതിങ് ഒക്കെയാണ് വരുന്നത്. അപ്പം അതില്ലാണ്ടും പറ്റില്ല. പുറത്തുനിന്ന് ഇപ്പോൾ നിങ്ങൾ നോക്കും എനിക്ക് അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഞാൻ ഓക്കെയാണ്. ഈ ഫേസിലുള്ള ഈ ഒരു ഇതല്ലാണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും ഉള്ളിൽ വലിയൊരു ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ SLE പേഷ്യൻസും ഉള്ളിൽ വലിയൊരു ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സെക്കൻഡ് ഇപ്പോൾ ഇന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഓരോ സെക്കൻഡിലും ഞാൻ എൻ്റെ ലൈഫ് മടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം അത്രയും ഞാൻ സഹിച്ചു. എനിക്ക് സഹിക്കാനുള്ള ഒരു ഇതില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇതുപോലെ വന്ന അടയാളമാണ് കേട്ടോ. ഇവിടെ മാത്രമല്ല, ഫേസിൽ മാത്രമല്ല, കയ്യിലുണ്ടാവും, കാലിലുണ്ടാവും, പുറത്തുണ്ടാവും. അങ്ങനെ എവിടെ വേണമെങ്കിലും ഈ ഒരു റാഷൊക്കെ വരാം. ഈ ഒരു അസുഖത്തിൻ്റെ സിംറ്റംസും കാര്യങ്ങളും എല്ലാം ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പറ്റുന്നവർ ആ വീഡിയോ പോയിട്ടൊന്ന് കാണാം. ഞാൻ അതിൽ പറയുന്ന സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു റൂമറ്റോളജിസ്റ്റിനെ പോയിട്ട് കാണാം. എന്നിട്ട് SLE ആണോ അല്ലേ എന്നുള്ളത് ഒന്ന് കൺഫേം ആക്കുക. എന്ന് വെച്ചാൽ എല്ലാം SLE ആണെന്നല്ല. SLEൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല അസുഖങ്ങളായിട്ട് തെറ്റിദ്ധരിക്കപ്പെടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു വേദനയും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ഫിസിഷ്യനെ കാണിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ ഡ്യൂട്ടി ഡോക്ടറെ പോയിട്ട് കാണും. ഈ പനിയായിട്ട് വിട്ടുമാറാത്ത പനിയൊക്കെ വരുമ്പോൾ നമ്മൾ പോയിട്ട് കാണും. പിന്നെ ചെറിയ ചൂടല്ലേ എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ വിട്ട് കളയുകയും ചെയ്യും. പക്ഷേ എനിക്കുണ്ടായിട്ടുള്ളതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ഇത്രയും വർഷമായിട്ടും ഈ ലാസ്റ്റ് ആയപ്പോഴാണ് നമ്മളിത് അറിയുന്നത്. അപ്പോഴത്തേനൊക്കെ കുറേ അവയവങ്ങളെ ബാധിച്ചു പോയി എനിക്ക്. സത്യം പറഞ്ഞാൽ എൻ്റെ ബോഡിയിൽ ഈ ഒരു അസുഖത്തിൻ്റെ വേദന നല്ലോണം അറിഞ്ഞ് നിൽക്കുന്ന ആളുകളാണ് എൻ്റെ ഓരോ ഓർഗൻസും. പുറത്തുനിന്നുള്ള ആളുകൾ പറയുന്നത് എന്താ, വാദമല്ലേ, വാദത്തിൻ്റെ അല്ലേ, അതിനിപ്പോൾ എന്താ വയസ്സായവർക്ക് വരുന്ന വാദം ഇപ്പം തന്നെ വരാൻ തുടങ്ങി. അങ്ങനത്തെ ഒക്കെ ഒരു സംസാരം. വേദന ഈ കയ്യിലും കാനുള്ള വേദനയല്ലേ ഉള്ളൂ, വാദമല്ല, അതിനിപ്പോൾ ഇത്രയും പറയാനുണ്ടോ, ഇപ്പം ഇത്രയും ചെയ്യാനുണ്ടോ. എൻ്റെ റിലേറ്റീവ്സ് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ
നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലെങ്കിലും ഒന്ന് നോക്കുക. ഈ SLE എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെ ഒരു സീരിയസ്നെസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ആർക്കും വന്നുകൂടാനില്ല. ഏറ്റവും കൂടുതൽ വരുന്നത് 15 to ഒരു 45 ആ ഒരു പ്രായത്തിലുള്ള സ്ത്രീകൾക്കാണ്. പുരുഷന്മാരിൽ ഭയങ്കര റയറായിട്ടാണ് വരുന്നത്. എന്നാലും പുരുഷന്മാർക്കും ഉണ്ട്, മെയിലും ഈ ഒരു സംഭവം വരുന്നുണ്ട്. പക്ഷേ ഭയങ്കര റയറാണ്. ഏറ്റവും കൂടുതൽ ഫീമെയിൽസിലാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്നും വിചാരിക്കുന്ന ഒരു ഇതിലല്ല ഈ ഒരു SLE എന്ന് പറഞ്ഞ ഒരു അസുഖം വരുന്നത്. കാരണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ലേറ്റ് ആക്കുന്നതിനനുസരിച്ച് ഇത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ അവയവങ്ങളുണ്ടോ, മുടി മുതൽ നഖം വരെ ഈ ഒരു അസുഖം ബാധിക്കുന്ന പറയുന്നത്. ഈ ബോഡിയിൽ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഇത് ബാധിക്കും. എന്ന് വെച്ചിട്ട് എല്ലാത്തിനും ബാധിക്കണമെന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു അസുഖത്തിൻ്റെ SLE എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര എക്സ്പെൻസീവാണ്. അതിപ്പോൾ ആദ്യം മുതലായാലും ലാസ്റ്റ് ആയാലും ഒക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അത്രയും എനിക്ക് വേദന സഹിക്കാൻ പറ്റാൻ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് കരയായിരുന്നു. അത്രക്കും വേദന സഹിക്കാൻ പറ്റാൻ എവിടെയാണ് വേദന എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനറിയില്ല. ബോഡി മൊത്തം പെയിനാണ്. ഒരു ഡ്രസ്സ് ഇടാനോ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരാൾ നമുക്ക് ഒറ്റയ്ക്ക് എണീക്കാൻ പറ്റില്ല. പക്ഷെ ഒരാൾ പിടിച്ചു തരുമ്പോൾ നമുക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു. ഒറ്റയ്ക്ക് എണീക്കാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ബാത്റൂം പോകാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫുഡ് പോലും ശരിക്കും ഇങ്ങനെ വാരി കഴിക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. വേദന കൊണ്ട് പെരിന്തൽമണ്ണ പോയി കാണിച്ചു ഡോക്ടർക്ക്. പോയപ്പോൾ ഞാൻ ഓട്ടോയിലാണ് പോയത്, പക്ഷെ തിരിച്ച് ഞാൻ വന്നത് ആംബുലൻസിലാണ്. കാരണം അത്രയും ആ ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കിന്. എന്നിട്ട് അന്നാണ് ഞാൻ പോയിട്ട് അഡ്മിറ്റ് ആയത് ഹോസ്പിറ്റലിൽ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഈ ഒരു അസുഖം എന്ന് പറയുന്നത്. ഇതിൽ എപ്പോഴും ഒരു പേടി, എപ്പോഴും ഒരു ടെൻഷൻ, എന്താ മരിക്കാനായിട്ടുണ്ടോ, ഡോക്ടേഴ്സിൻ്റെ സംസാരവും മൊത്തത്തിലുള്ള ഒരു കണ്ടീഷനെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഞാൻ മരിക്കാനായോ, ഞാൻ ഇനി അധികം കാലം ഉണ്ടാവില്ലല്ലോ എന്നുള്ള ഒരു എനിക്ക് എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, എനിക്ക് ആരോടൊക്കെ എന്തൊക്കെ പറയാനുണ്ട്, എനിക്ക് ആരൊക്കെയോ കാണാനുണ്ട് എന്നുള്ള കഴിവ് പോയിരിക്കുകയാണ് മൊത്തത്തിൽ. എനിക്കൊരു ചെറിയ മോനുള്ളത്, 3 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ ടെൻഷന് എനിക്ക് അവൻ്റെ കാര്യത്തിലാണ്. കാരണം ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം ഉമ്മാനെ പോലെ സ്വന്തം ഉമ്മാൻ്റെ സ്ഥാനത്ത് വേറെ ആക്കാൻ പറ്റുക. അതിൻ്റെ ഒക്കെ ഒരു ടെൻഷനിലായി. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ അവസ്ഥ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഓരോ ചിന്തകൾ നമ്മളാരും മനസ്സിലാക്കാനില്ല. ആ ഒരു പിന്നെ കുറേ പേര് എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് അവർക്ക് ആ സിംറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവരെ കൊണ്ട് ഡോക്ടറെ കാണിച്ചു. അത് ചില ആൾക്കാർക്ക് SLE ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാരണം ഒരാൾക്കെങ്കിലും നേരത്തെ ഇതിന് ട്രീറ്റ്മെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലുതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കറിയാം ഈ ഒരു അസുഖത്തിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ആണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ.